ഏറ്റവും കുറഞ്ഞ റിസ്ക് കുറഞ്ഞ പ്രൊഡക്ട്സും ഉണ്ട്, റിസ്ക് കൂടിയ പ്രൊഡക്ട്സും ഉണ്ട്. നോർമൽ പബ്ലിക്കിന് മനസ്സിലാകണം ഇതിനകത്ത് റിസ്ക് ഉണ്ടെങ്കിലും നല്ല ഇൻവെസ്റ്റ്മെന്റ് പ്രൊഡക്ട്സ് ആണ്. എല്ലാവരും ഇതിലേക്ക് വരണം എന്നൊരു കോൺസെപ്റ്റിലാണ് ഇത് കൊണ്ടുവന്നിരിക്കുന്നത്. ഇത് ആരും കൊണ്ടൊന്നുമല്ല, ഞങ്ങൾ കൊണ്ടൊന്നുമല്ല, മ്യൂച്വൽ ഫണ്ട് കമ്പനി കൊണ്ടൊന്നുമല്ല. സെക്യൂരിറ്റി എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ, അതായത് ഈ ക്യാപിറ്റൽ മാർക്കറ്റ് കൺട്രോൾ ചെയ്യുന്ന സുപ്രീം കോടതി എന്ന് പറയുന്ന രീതി കൺട്രോൾ ചെയ്യുന്ന സെബി കൊണ്ടുവന്നതാണ് 100 രൂപീസിലേക്ക് കുറയ്ക്കണം. സാധാരണ ജനങ്ങൾക്ക് മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യണം. 1000 രൂപ ഇടാത്തവരുണ്ട്, അവർക്കും ഇൻവെസ്റ്റ് ചെയ്യണം. അപ്പൊ അത് ഇൻവെസ്റ്റ് ചെയ്യാത്തത് നമ്മുടെ മിസ്റ്റേക്കാണ്. നമ്മൾ എക്സ്പോർട്ട് ചെയ്യണം, പഠിക്കണം. ചെറിയ ചെറിയ എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്ത് പഠിക്കണം. പഠിക്കാത്തതിന് ആറ് കുഴപ്പം. നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്ക് മനസ്സിലാകത്തില്ല. ഇത് പറഞ്ഞ് മനസ്സിലാക്കി പഠിപ്പിക്കേണ്ട ഒരു പ്രോഡക്റ്റ് അല്ല ഒരു ഇൻവെസ്റ്റ്മെന്റ്സ്. നമുക്ക് എല്ലാവർക്കും അറിയാം മ്യൂച്വൽ ഫണ്ട് നല്ലൊരു ഇൻവെസ്റ്റ്മെന്റ് ആണ്. പക്ഷേ നമ്മളിപ്പം ടി വിയിലാണെങ്കിൽ പോലും ധോണി ആയിക്കോട്ടെ സച്ചിൻ ആയിക്കോട്ടെ എല്ലാവരും വന്ന് പറയുന്നുണ്ട് മ്യൂച്വൽ ഫണ്ട് റിസ്കിന് ബാധകമാണെന്നുള്ളത്. അപ്പോൾ ഔട്ട് ഓഫ് ക്യൂരിയോസിറ്റി ചോദിക്കുന്നതാണ്, ഈ മ്യൂച്വൽ ഫണ്ടിൽ റിസ്ക് ഏറ്റവും കുറവുള്ളതോ അല്ലെങ്കിൽ റിസ്ക് തീരെ ഇല്ലാത്തതോ ആയ പ്രോഡക്റ്റോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഏറ്റവും കുറഞ്ഞ റിസ്ക് കുറഞ്ഞ പ്രൊഡക്ട്സും ഉണ്ട്, റിസ്ക് കൂടിയ പ്രൊഡക്ട്സും ഉണ്ട്. ധോണി, സേവാങ്ക് ഇങ്ങനെയുള്ള ആളുകൾ വന്ന് നമ്മളോട് പറയുകയാണ് മ്യൂച്വൽ ഫണ്ട് സഹിഹേ, മലയാളത്തിൽ പറയാം മ്യൂച്വൽ ഫണ്ട് ശരിയാണ് എന്നാണ് പറയുന്നത്. ഇതിനെ ധോണിയോ സേവാങ്കിനെയോ ഗാംഗുലിയോ കൊണ്ടുവന്ന് ബ്രാൻഡ് ചെയ്തത് ഞാനല്ല, ഞങ്ങൾ ആരും തന്നെയല്ല, ഒരു ഏജന്റും അല്ല. ഇത് അസോസിയേഷൻ മ്യൂച്വൽ ഫണ്ട് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന അസോസിയേഷനാണ് ഇവർക്ക് പൈസ കൊടുത്ത് ഇവരെ നമുക്ക് വേണ്ടി കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരിക്കലും നമ്മൾ ഇവരെ ഒന്നും വിശ്വസിക്കാതിരിക്കുന്ന കാര്യമുണ്ടോ? കാരണം ലോകത്തിലെ ഏറ്റവും കൂടുതൽ സ്പോർട്സിൽ കാണുന്ന ആൾക്കാരാണ് ഇവർ. അതുപോലെ ഏൺ ചെയ്യുന്നവരുമാണ്. അപ്പോൾ അവർ പറയുന്നതെന്ന് വെച്ചാൽ അവരെ കൊണ്ടുവന്നതിൻ്റെ ഉദ്ദേശം തന്നെ നോർമൽ പബ്ലിക്കിന് മനസ്സിലാകണം ഇതിനകത്ത് റിസ്ക് ഉണ്ടെങ്കിലും നല്ല ഇൻവെസ്റ്റ്മെന്റ് പ്രൊഡക്ട്സ് ആണ്. എല്ലാവരും ഇതിലേക്ക് വരണം എന്നൊരു കോൺസെപ്റ്റിലാണിത് കൊണ്ടുവന്നിരിക്കുന്നത്. അതിനുവേണ്ടി ഇപ്പോൾ നിങ്ങൾ അറിയില്ലെന്ന് അറിയത്തില്ല, മാസം ഇൻവെസ്റ്റ്മെന്റ് SIP എന്ന് പറയുന്ന സൂപ്പർ ബ്രാൻഡാണ്. എല്ലായിടത്തും SIP 100 രൂപയായിട്ട് കുറച്ചിട്ടുണ്ട്. മാസം ഇൻവെസ്റ്റ് ചെയ്യാവുന്ന SIPയുടെ എമൗണ്ട് നേരത്തെ 500,000 ഒക്കെ ആയിരുന്നു. ഇപ്പോൾ 100 രൂപീസ് യു ക്യാൻ സ്റ്റാർട്ട് SIP. 100 രൂപീസ് പെർ മന്ത് 100 രൂപീസ്. എന്തിനാണ് ഗവൺമെന്റ്? ഇത് ആരും കൊണ്ടൊന്നുമല്ല, ഞങ്ങൾ കൊണ്ടൊന്നുമല്ല, മ്യൂച്വൽ ഫണ്ട് കമ്പനി കൊണ്ടൊന്നുമല്ല. സെക്യൂരിറ്റി എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ, അതായത് ഈ ക്യാപിറ്റൽ മാർക്കറ്റ് കൺട്രോൾ ചെയ്യുന്ന സുപ്രീം കോടതി എന്ന് പറയുന്ന രീതി കൺട്രോൾ ചെയ്യുന്ന സെബി കൊണ്ടുവന്നതാണ് 100 രൂപീസിലേക്ക് കുറയ്ക്കണം. സാധാരണ ജനങ്ങൾക്ക് മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യണം. 1000 രൂപ ഇടാത്തവരുണ്ട്, അവർക്കും ഇൻവെസ്റ്റ് ചെയ്യണം. അപ്പോൾ അത് ഇൻവെസ്റ്റ് ചെയ്യാത്തത് നമ്മുടെ മിസ്റ്റേക്കാണ്. നമ്മൾ ഓരോ ഓപ്പർച്യൂണിറ്റി തുറന്നു നോക്കുമ്പോൾ നമ്മൾ എന്തായാലും എക്സ്പ്ലോർ ചെയ്യണം, പഠിക്കണം. ചെറിയ ചെറിയ എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്ത് പഠിക്കണം. പഠിക്കാത്തതിന് ആറ് കുഴപ്പം. നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്ക് മനസ്സിലാകത്തില്ല. ഇത് പറഞ്ഞ് മനസ്സിലാക്കി പഠിപ്പിക്കേണ്ട ഒരു പ്രോഡക്റ്റ് അല്ല ഒരു ഇൻവെസ്റ്റ്മെന്റ്സും ഉണ്ട്. പക്ഷെ എന്നാലും അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി കൊണ്ട് ചോദിച്ചതാണ്. നമുക്ക് അങ്ങനെ റിസ്ക് ഇല്ലെങ്കിൽ അല്ലെങ്കിൽ റിസ്ക് ഏറ്റവും കുറവുള്ള അങ്ങനെ എന്തെങ്കിലും പ്രൊഡക്റ്റ്? റിസ്ക് കുറവുള്ള പ്രൊഡക്ട്സും ഉണ്ട്. അതായത് ഒരു ദിവസം തൊട്ട് 10 കൊല്ലം വരെ ഇടാവുന്ന പ്രൊഡക്ട്സുകൾ അവൈലബിൾ ആണ് ഇന്ത്യയിൽ. മ്യൂച്വൽ ഫണ്ട്സ് എന്ന് പറയുന്നത് മലയാളിക്ക് പ്രത്യേകിച്ച് ബുദ്ധി ഉണ്ടെന്നുള്ള ചിന്തയാണ്. അത്ര ബുദ്ധിയൊന്നും ഇല്ല ഉള്ള കാര്യം ഞാൻ പറയാം. ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഇപ്പോൾ ഇന്ത്യയിലെ മ്യൂച്വൽ ഫണ്ട്സ് എന്ന് പറയുന്ന ഒരു 85 lakhs crores ടോട്ടൽ എല്ലാവരും ഇൻവെസ്റ്റ് ചെയ്ത് വാല്യുവേഷൻ. അതിൽ ഏതാണ്ട് 50 lakhs crores, അതായത് 50% വേറെ കാറ്റഗറി ഡെറ്റ് ആൻഡ് ഇക്വിറ്റി എന്ന 2 കാറ്റഗറി ഉണ്ട്. ഈ ഡെറ്റ് എന്ന് പറയുന്നത് എന്താണ്? കടം. അതായത് കടം മേടിച്ച് കൊടുക്കുന്നത്. അപ്പോൾ അതൊരു ഫിക്സഡ് ഇൻകം പ്രോഡക്റ്റ് ആണ്. അതായത് നമുക്ക് ഫിക്സഡായിട്ട് റിട്ടേൺ കിട്ടുന്ന പ്രോഡക്റ്റ് ആണ്. അടുത്താണ് ഇക്വിറ്റി. പക്ഷെ ഇതിനൊരു കമ്പൈൻ ചെയ്ത് എല്ലാവരും പറഞ്ഞ് ആരും ഈ ഫിക്സഡ് ഇൻകം പ്രോഡക്ട്സിലേക്ക് പ്രത്യേകിച്ച് മലയാളികൾ വരുന്നേ ഇല്ല. അതിന് ഫിക്സഡ് ആയിട്ട് റിട്ടേൺ കിട്ടുന്ന പ്രൊഡക്റ്റ് തന്നെയാണ്. അത് ബാങ്കിന്റെ ഇടുന്ന പ്രൊഡക്റ്റിന്റെ ഓൾട്ടർനേറ്റ് പ്രൊഡക്റ്റ് ആണ് ഫിക്സഡ് ഇൻകം പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. അത് ഒരു മേ ബി അതൊരു ടൈം പീരീഡിനെ പേടിച്ചിട്ടുള്ളതായിരിക്കില്ലേ? ഒരു ടൈം പീരീഡ് അല്ല. ഫിക്സഡ് ഇൻകം പ്രൊഡക്ട്സ് എന്ന് പറയുന്നത് ഒരു ദിവസം തൊട്ട് 10 വർഷത്തേക്കുള്ളതാണ്. ഇക്വിറ്റി എന്ന് പറയുന്നത് എപ്പം മാർക്കറ്റ് കൂടുന്നു അപ്പം കിട്ടും. അതാണ് അതിന്റെ റീസൺ. നിങ്ങൾ പറഞ്ഞല്ലോ റിസ്ക് ഉണ്ടെന്ന്. ആ റിസ്ക് അതാണ്. കൂടാൻ കുറയാന്ന് ECG പോലെയാണത്. കൂടാൻ കുറയാന്ന് പറഞ്ഞാൽ ലോങ് ടൈമിൽ കൂടി തന്നെ ഇരിക്കുകയുള്ളൂ. കുറഞ്ഞൊന്നും പോകാൻ ചാൻസ് കുറവാണ്. അങ്ങനെ വരണമെങ്കിൽ ഒത്തിരി യുദ്ധങ്ങളൊക്കെ പ്രശ്നങ്ങളൊക്കെ വരണം. പക്ഷെ ആ സെഗ്മെന്റിലാണ് മലയാളികൾ 99% ആളുകൾ ഇട്ടിട്ട് ഡെയിലി ഇത് നോക്കിക്കൊണ്ടിരിക്കും.